നയപ്രഖ്യാപന പ്രസംഗത്തിലെ LDFന്റെ നിലപാടുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നു. നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയ നടപടിയിൽ ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ട എന്ന് LDFന്റെ തീരുമാനം വരുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം. ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതിയെന്നാണ് യോഗത്തിലുണ്ടായ വിലയിരുത്തൽ. ഷഫീദ് റാവുത്തർ നൽകും അതിന്റെ വിശദാംശങ്ങൾ. ഷഫീദ്, അങ്ങനെ ഒരു വലിയ പോരിലേക്ക് പോകണ്ട എന്ന് LDF ഈ ഘട്ടത്തിൽ തീരുമാനിക്കുന്നു. കാരണം ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഒപ്പം അതിലെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഒരു കാര്യവും ഒഴിവാക്കിയിട്ടില്ല. ഒപ്പം സർക്കാരിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ വളരെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് LDF വന്നു എന്നാണോ കരുതേണ്ടത്? പ്രജിനി, ഈ വിഷയത്തിൽ മാത്രം ഗവർണറെ കൂടുതൽ കടന്നാക്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് LDFന്റെ ഇപ്പോഴത്തെ നിലപാട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം AK സെന്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ മന്ത്രിമാരുടെ പ്രതികരണം, മന്ത്രി സജി ചെറിയാനാണെങ്കിലും വി ശിവൻകുട്ടിയാണെങ്കിലും K രാജനാണെങ്കിലും P രാജീവ് ആണെങ്കിലും ഗവർണറെ കാര്യമായി വിമർശിക്കാതെ, നേരത്തെ നമ്മൾ ഈ നവകേരള സദസ്സിന്റെ സമയത്തൊക്കെ മന്ത്രിമാർ, ഈ പേര് പറഞ്ഞ മന്ത്രിമാർ തന്നെ ഗവർണറെ കാര്യമായി വിമർശിക്കുന്നത് കണ്ടാണ്. പക്ഷേ അത്തരത്തിലുള്ള പരസ്യ വിമർശനമൊന്നും ഉണ്ടായിരുന്നില്ല മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന്. അവർ പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണ ഇങ്ങനെ ചെയ്യാറ്. പക്ഷേ ഗവർണർ ഇത് സ്വാഭാവികമായും ഒരു ഭാഗമെങ്കിലും വായിച്ചതുകൊണ്ട് അത് നിയമസഭയുടെ രേഖയായി മാറിയെന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വിവരം പുറത്തു വരുന്നു. അതായത് ഗവർണറുമായി ഏറ്റുമുട്ടൽ വേണ്ടെന്ന് LDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. ഗവർണർ വന്ന് പ്രസംഗിച്ചു എന്നത് അനുകൂലമായി കണ്ടാൽ മതി. പ്രസംഗത്തിലെ ഭാഗങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല. സർക്കാരിനെതിരെ ഗവർണർ ഒന്നും പറഞ്ഞതുമില്ല. സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ഉപാധികൾ വെച്ച് സമ്മർദ്ദപ്പെടുത്താൻ ഗവർണർ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഗവർണറെ വിമർശിച്ച് വിവാദം ആളിക്കത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് LDFന്റെ ഇപ്പോഴത്തെ തീരുമാനം. അതുതന്നെയാണ് മന്ത്രിമാരുടെ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതും. മറ്റൊരു വിലയിരുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് LDFന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നിയമസഭാ സമ്മേളനം അവസാനിക്കും വരെ ഗവർണറുമായി പരസ്യമായ ഒരു പോരിലേക്ക് കടക്കണ്ട എന്നുള്ള വിലയിരുത്തൽ കൂടി LDFന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു വിലയിരുത്തലായി വരുന്നുണ്ട്. പ്രജിൻ, ശരി. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ അതിൽ തിരുത്തലുകൾ വരുത്തിയിട്ടില്ല എന്നത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ LDF ഈ രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നതെന്നാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നൽകിയ വിവരങ്ങൾ.